നമസ്കാരം. ലീഗ് ചന്ദ്രികയിലൂടെ പിണറായി വിജയന് തങ്ങളെ വിമർശിച്ചതിനുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ബഹുരസമാണ്. ദേ ഈ കാണുന്ന കാർഡ് കണ്ടോ? അതിൽ പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ട എന്നുള്ളതാണ് ലീഗിന്റെ ഉപദേശം. സ്വാഭാവികമായിട്ട് ലീഗ് ചന്ദ്രിക എന്നൊരു പത്രം നടത്തുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിന് ദേശാഭിമാനി എന്നൊരു പത്രമുണ്ട്. വേണമെങ്കിൽ ദേശാഭിമാനിക്കകത്ത് ലീഗിനെയും തങ്ങളെയൊക്കെ വലിച്ചു കീറി നല്ല ആർട്ടിക്കിൾ എഴുതാൻ കപ്പാസിറ്റി ഉള്ളവർ അതിനകത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ എന്തിനാണ് സാദിഖ് അലി തങ്ങളെ പിണറായി വിമർശിച്ചു എന്നുള്ള കാര്യം വളരെ വിദഗ്ധമായി മുക്കിയിട്ടുണ്ട്. ചുമ്മാ ഇരുന്ന വ്യക്തിയെ സംഘി എന്നും മോഡി എന്നൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞ സാദിഖ് അലി തങ്ങൾ എന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആ വിമർശനം കേട്ടിട്ട് പിണറായിതാ യോ തങ്ങളാണ് മിണ്ടല്ലേ എന്ന രീതിയിൽ ഇരിക്കണമെന്നുള്ളതാണ് ലീഗിന്റെ തിട്ടൂരം. ഇതിനിപ്പോ എ റഹീം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു പോസ്റ്റാണ്. ലീഗിന്റെ സ്വന്തം പത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് മര്യാദയ്ക്ക് ശമ്പളമില്ല. കുറെ പേരെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പിരിച്ചുവിട്ടു. പിന്നെ അറിയാലോ, നേരത്തെ ഹൈദരാലി തങ്ങളെ എന്തിനാണ് ഇ ഡി ചോദ്യം ചെയ്തു എന്നുള്ളത്. ഇതേ പത്രത്തിന്റെ അക്കൗണ്ട് വഴി കോടിക്കണക്കിന് രൂപ കടത്തിക്കൊണ്ടുപോയതിന്റെ വിവരങ്ങളും പുറത്തു വന്നു. അങ്ങനെ ലീഗന്മാരെ ഈ ചന്ദ്രിക തേച്ച് കുളിപ്പിക്കും പോലെയാണ് ലീഗ് പത്രം. അതുകൊണ്ട് തങ്ങന്മാർ ചെയ്ത പ്രവർത്തനങ്ങളെ ചന്ദ്രിക സോപ്പിട്ട് കുളിപ്പിച്ചെടുക്കും പോലെയുള്ള ആ പ്രവർത്തനത്തെ എ റഹീം വിമർശിച്ചിരിക്കുന്നത് വളരെ ശക്തമായ ഭാഷയിലാണ്. അത് കേൾക്കേണ്ടതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ദേ ഇങ്ങനെയാണ്. മുസ്ലിം ലീഗ് മുഖപത്രത്തിന് ഹാലിളകി നിൽക്കുകയാണ്. CPM-ന്റെ നെഞ്ചത്ത് കയറി നൃത്തം ചവിട്ടാമെന്ന് കരുതണ്ട. ലീഗിന് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിന്റെ മൊത്തം കുത്തക അവകാശം ഇല്ല എന്ന യാഥാർത്ഥ്യം ഓർമ്മ വേണം. ജമാഅത്ത് ഇസ്ലാമിയും SDPI-യും ലീഗിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഉറഞ്ഞു തുള്ളുന്ന ലീഗ് ഒരു കാര്യം ഓർക്കണം, പത്രത്തിൽ ഇങ്ങനെ എഴുതി രസിക്കാൻ എളുപ്പമാണ്. സംഘപരിവാറിനെ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രതിരോധിക്കാൻ ലീഗ് കൂട്ടിയാൽ കൂടില്ല. ബാബറി മസ്ജിദ് പൊളിച്ചത് RSS-ഉം കൂട്ടുനിന്നത് കോൺഗ്രസുമാണ്. ലീഗ് അന്നൊരക്ഷരം ഇതുപോലെ കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ നൊമ്പരപ്പെട്ട് ആത്മസംതൃപ്തി വരുത്തും. ഇക്കഴിഞ്ഞ ദിവസം ബാബറി മസ്ജിദ് തകർത്ത് കളഞ്ഞത് ജാംബവാന്റെ കാലത്തെ കാര്യമെന്ന് സുധാകരൻ പറഞ്ഞതും ഇതുവരെ പാണക്കാട്ടെ ലീഗ് നേതാക്കൾ അറിഞ്ഞിട്ടില്ല. പാലക്കാട്ടെ നഗരസഭയിൽ അടുത്ത കാലത്ത് RSS ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചപ്പോൾ അതെടുത്തു മാറ്റാൻ ചുണയുള്ള DYFI-കാരാണ് ഉണ്ടായിരുന്നത്. യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും അല്ല അത് ചെയ്തത്. മാറാട് കലാപ സമയത്ത് ലീഗ് മന്ത്രിമാർക്ക് പോലും കലാപബാധിത പ്രദേശങ്ങളിൽ കയറാൻ പറ്റില്ല എന്ന് സംഘപരിവാർ വിലക്ക് വന്നപ്പോൾ അത് കേട്ട് ഒരക്ഷരം മിണ്ടാതെ മടങ്ങിയവരാണ് നിങ്ങൾ. കൂടെ കൂട്ടുമെന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ ധൈര്യവും വന്നില്ല. ലീഗ് ഇന്ന് കല്ലെറിയുന്ന സഖാവ് പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിയല്ല, പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇളമരം കരീമിനും VKC മുഹമ്മദ് കോയ MLA-ക്കും പിണറായിക്കൊപ്പം കലാപബാധിത പ്രദേശങ്ങളിൽ വരാൻ പറ്റില്ല എന്ന് സംഘപരിവാർ പ്രഖ്യാപിച്ചു. ലീഗ് മന്ത്രിമാർ ഗസ്റ്റ് ഹൗസിൽ ഒളിച്ചിരുന്നപ്പോൾ സഖാവ് പിണറായി RSS ഭീഷണി വകവയ്ക്കാതെ കലാപം കത്തിക്കേറിയ പ്രദേശങ്ങളിലേക്ക് ഇളമരത്തെയും VKC-യും കൂട്ടി തലയുയർത്തി കടന്നു ചെന്നു. കേരളത്തിൽ ഏറ്റവും കുറച്ച് വരിക്കാരുള്ള പത്രങ്ങളിൽ ഒന്നാണ് ചന്ദ്രിക. അതിൽ CPM-നെതിരെ എഴുതി ആത്മസുഖം അനുഭവിക്കലാണ് ലീഗ് ചെയ്യാൻ കഴിയുന്ന പരമാവധി ധീരത. അല്ലാതെ സംഘപരിവാർ ഭീഷണികൾക്ക് മുന്നിൽ ലീഗ് എന്നും അനുസരണയുള്ള വളർത്തു പൂച്ചകൾ മാത്രമായിരുന്നു. എ റഹീം MP കുറച്ചുകൂടി മര്യാദയുടെ ഭാഷ ചാലിച്ചതിനാൽ വളർത്തു പൂച്ച എന്നെങ്കിലും പറഞ്ഞു. സത്യസന്ധമായിട്ട് അങ്ങനെയാണോ? പാണക്കാട് കുടുംബത്തിനകത്തേക്ക് RSS-കാരെയൊക്കെ കൊണ്ടുപോകുന്ന ആ പോക്ക് കണ്ടു കഴിഞ്ഞാൽ സംഘപരിവാറുകാരെ ഒട്ടും വേദനിപ്പിക്കാതെ അവർ പറയുന്നത് പോലെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വളർത്തുനായയായിട്ടാണ് പലപ്പോഴും നിലകൊള്ളാറുള്ളത്. പലപ്പോഴും ഗാന്ധിസമാണ് അതൊക്കെ മറയ്ക്കാൻ വേണ്ടി എടുത്ത് ഉയർത്തിക്കാട്ടുന്ന ആയുധം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ എന്താണ്? ഇടതുപക്ഷത്തിനെതിരെ കുരച്ചുകൊണ്ട് തുള്ളുന്ന ലീഗുകാരന്മാർക്ക് സംഘപരിവാറിനെതിരെ ഒരു വാചകം നല്ല ഉറപ്പോടുകൂടി പ്രതികരിക്കാൻ ഒരു ശേഷിയുമില്ല. ആരും കാണാതെ ലീഗന്മാരെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചന്ദ്രിക അതിലൂടെ പതപ്പിച്ച് പുറത്തിറക്കി കഴിഞ്ഞാൽ ലീഗന്മാരോ തങ്ങന്മാരോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയൊന്നും ആകില്ല. അതിലൂടെ 4 പഞ്ച് ഡയലോഗ് അടിച്ചെന്ന് കരുതി ആരും ഭയപ്പെട്ടു പോകാനും പോകുന്നില്ല. അതുകൊണ്ട് തങ്ങന്മാർ എന്ത് തോന്നിവാസവും കാട്ടിയിട്ട് ചന്ദ്രികയിലൂടെ വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ നല്ല ബാത്തിങ് സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിച്ച് കിടത്താൻ പറ്റുന്ന മറുപടികൾ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും. കാര്യം ശരിയായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തിയാൽ അതിനനുസരിച്ച് എല്ലാവരും ഉൾക്കൊള്ളും. പക്ഷേ തങ്ങൾ എന്ന ലേബലിൽ മറഞ്ഞിരുന്നുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ചു പറഞ്ഞാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി എ റഹീം പറഞ്ഞതുപോലെയുള്ള വളരെ ശക്തമായിട്ടുള്ള പൂച്ച മറുപടികൾ കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.